ഹായ് എവ്രിവൺ. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 ഹിസ്റ്ററീൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള 3 പാർട്ടുകൾ ഇതിനു മുമ്പ് ഓൾറെഡി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർക്ക് അത് ആദ്യം കാണാം. ഇതൊരു സമ്മറി മാത്രമാണ്, ഫുൾ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ, വെൻ ആൻഡ് വെയർ, അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. ഹൗ ഇമ്പോർട്ടൻ്റ് ആർ ഡേറ്റ്സ്, ഡേറ്റ്സുകൾ, തീയതികൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഈ ഫസ്റ്റ് ടോപ്പിക്ക്. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡേറ്റുമായി കൂടിച്ചേർത്താണ് വായിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പലരും പറയുന്നത് കേൾക്കാം നമുക്ക്, ഐ ഫൈൻഡ് ഹിസ്റ്ററി ബോറിങ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മെമ്മറൈസിങ് ഡേറ്റ്സ്. ഹിസ്റ്ററി വളരെ ബോറിംഗ് ആണ്. എന്താ വെച്ചാൽ അതിൽ ഒരുപാട് ഡേറ്റുകളുണ്ട്. ആ ഡേറ്റുകളെല്ലാം മെമ്മറൈസ് ചെയ്യണം, പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഹിസ്റ്ററി വളരെ ബോറിംഗ് ആണ്. അങ്ങനെ ഒരു കൺസെപ്ഷൻ, ആ ഒരു ഐഡിയ ശരിയാണോ? ഹിസ്റ്ററി എന്ന് പറയുന്നത് സെർട്ടൻലി ഇറ്റ് ഈസ് അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഓക്കർ ഓവർ ടൈം. സമയത്തിനോട് കൂടെ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്, അതുതന്നെയാണ് ഹിസ്റ്ററി. പക്ഷേ ഹിസ്റ്ററി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡേറ്റ് ആണെന്ന് പറയുന്നത് ശരിയാണോ? ഇവിടെ ഒരു ഇമേജ്, ഒരു ചിത്രം കാണാം. ഇവിടെ ഈ ചിത്രം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർ ഓഫറിങ് ശാസ്ത്ര ടു ബ്രിട്ടീഷേഴ്സിന് അവരുടെ ശാസ്ത്രങ്ങൾ, പണ്ടത്തെ ശാസ്ത്രങ്ങളെല്ലാം ഓഫർ ചെയ്യുന്ന, അവർക്ക് കൊടുക്കുന്ന ആ ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ റെന്നൽ എന്ന് പറയുന്ന ഒരാളെ ഈ റോബർട്ട് ക്ലൈവ് ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കാൻ പറയുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻസ് വില്ലിംഗ്ലി ഗേവ് ഓവർ ദെയർ ഏൻഷ്യൻ ടെക്സ്റ്റ് ബുക്സ് ടു ബ്രിട്ടാനിയ, അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യൻസ് അവരുടെ പഴയ ബുക്കുകൾ, ഏൻഷ്യൻ ടെക്സ്റ്റ് ബുക്സുകൾ അതെല്ലാം വില്ലിംഗ്ലി ഓഫർ ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരോട് ബ്രിട്ടീഷുകാരോട് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് ആ ഒരു ഇമേജ്, ആ ഒരു പടം. ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് നമ്മളെപ്പോഴെങ്കിലും ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്തിനെങ്കിലും ഏതെങ്കിലും ഓബ്ജക്റ്റോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടോ? പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ചോദിക്കാറില്ല. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. നമ്മൾ വളരെ ലളിതമായി കാണുന്നു. ഓരോ സാധനങ്ങളും ഓരോ സംഭവങ്ങളും നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഓരോത്തിനും ഓരോ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു കപ്പ് ഓഫ് ടീ, ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ടോ? നമുക്ക് ചിലപ്പോൾ വിചാരിക്കാം, എപ്പോഴാണ് ആൾക്കാരെല്ലാം ചായ കുടിക്കാൻ തുടങ്ങിയത്? എപ്പോഴാണ് റെയിൽവേ ഉണ്ടായത്? എങ്ങനെയാണ് റെയിൽവേക്ക് മുമ്പെല്ലാം ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് വലിയ ഒരുപാട് ദൂരങ്ങൾ? ന്യൂസ് പേപ്പറെല്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് എങ്ങനെയാണ് ന്യൂസെല്ലാം അറിഞ്ഞിരുന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു കറക്റ്റായിട്ട് ഒരു ഡേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ടു ഫിക്സ് എ പ്രിസൈസ് ഡേറ്റ് ടു പ്രോസസ്സസ് ദാറ്റ് ഹാപ്പൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു വലിയ സമയത്തിൽ നടന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇന്ന ദിവസം ഇന്ന വർഷം ഇത് നടന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആവില്ല. അപ്പോൾ ആൾക്കാർ ഒറ്റ ദിവസം ഒരു രാവിലെ എണീറ്റ് എല്ലാവരും ചായ കുടിക്കാൻ തുടങ്ങി, അങ്ങനെയല്ല. അതിന് ചായ കുടിക്കൽ തുടങ്ങാനായിട്ട് ഒരുപാട് വലിയൊരു പ്രോസസ്സാണ്. മെല്ലെ ആയിരിക്കാം അങ്ങനെ ആൾക്കാരെല്ലാം ചായ കുടിക്കാൻ തുടങ്ങിയത്. മെല്ലെ ആ ചായക്കുള്ള ടേസ്റ്റ് ഡെവലപ്പ് ചെയ്തു, ആൾക്കാരത് അഡ്വർടൈസ് ചെയ്തു. ഇതൊരു പണ്ടുണ്ടായിരുന്ന ഒരു അഡ്വർടൈസ്മെൻ്റാണ് ലിപ്റ്റൺ ടീസ് ചായയിലയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റെല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പുറകിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ഇന്ത്യൻ്റെ കോട്ടയാണ്, ഒരു രാജാവിൻ്റെ പാലസ്, പിന്നെ കുതിരപ്പുറത്ത് ആയിരിക്കുന്നത് ക്വീൻ വിക്ടോറിയയുടെ 3ാമത്തെ മകനാണ് പ്രിൻസ് ആർത്തർ. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻ്റെല്ലാം നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തത്,
എങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ലിപ്ടൺ ടീനെ കുറിച്ചാണ് പറയുന്നത്, എങ്ങനെയാണ് ആൾക്കാർ മെല്ലെ മെല്ലെ ചായ കുടിച്ചു തുടങ്ങിയത്, അതിനെക്കുറിച്ചെല്ലാം അതിൽ പറയുന്നത്. അപ്പോൾ ദർ ക്യാൻ ബി നോ വൺ ക്ലിയർ ഡേറ്റ് ഫോർ പ്രോസസ് സച്ച് ആസ് ദിസ്. ഇങ്ങനെയുള്ള പ്രോസസ്സിന് ഒരു ക്ലിയർ ഡേറ്റ് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വൺ സിംഗിൾ ഡേറ്റ്, ഏത് ഡേറ്റിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയത്, അത് പറയലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദീസ് തിങ്സ് ഹാപ്പൻഡ് ഓവർ എ സ്ട്രെച്ച് ഓഫ് ടൈം. ഒരുപാട് കാലം എടുത്തിട്ട്, വർഷം എടുത്ത് നടന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു ടൈം പീരീഡ്, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള പീരീഡ് കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയെ വഴിയുള്ളൂ. അപ്പോൾ ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താ പറഞ്ഞാൽ അതൊരു ഒരുപാട് കാലഘട്ടങ്ങൾ കൊണ്ട് നടന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല ഡേറ്റ്. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഇമ്പോർട്ടൻ്റ് ആർ ഡേറ്റ്സ്, ഡേറ്റ്സ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. പക്ഷേ നമ്മൾ അല്ലെങ്കിലും ഹിസ്റ്ററീനെ കുറേ ഡേറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ബന്ധിച്ച് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണത്? ഇറ്റ് ഹാസ് എ റീസൺ. അതിനൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഹിസ്റ്ററി ഈ റെക്കോർഡ് ചെയ്തെല്ലാം ഈ യുദ്ധങ്ങളും വലിയ വലിയ സംഭവങ്ങളെക്കുറിച്ചൊക്കെയാണ്, ബാറ്റിൽസ് ആൻഡ് ബിഗ് ഇവൻറ്റ്സ്. അപ്പോൾ അതിൽ റൂളേഴ്സും അവരുടെ പോളിസീസിനെ കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു രാജാവ് ഉണ്ടെങ്കിൽ രാജാവ് എപ്പോൾ കല്യാണം കഴിച്ചു, എപ്പോൾ രാജാവായി, രാജാവിന് മക്കളെപ്പോൾ ഉണ്ടായി, പിന്നെ ഒരു യുദ്ധം എപ്പോൾ ചെയ്തു, എപ്പോഴാണ് മരിച്ചത്, അടുത്ത രാജാവ് ആരായിരുന്നു, എപ്പോഴാണ് രാജാവായത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഡേറ്റുകളും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് എഴുതി വച്ചിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു സ്പെസിഫിക് ഡേറ്റ് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഹിസ്റ്ററി ഡേറ്റ്, അങ്ങനെയുള്ള ഹിസ്റ്ററികളിൽ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ അതർ ഇഷ്യൂസും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോഴും ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് വെറും ഡേറ്റ് മാത്രമല്ല, അതല്ലാതെയും ഒരുപാട് ഇവൻറ്റ്സും ഒരുപാട് ഇഷ്യൂസും ചോദ്യങ്ങളെല്ലാം ഉണ്ട് അതിൽ. ഹൗ പീപ്പിൾ ഏൺഡ് ദെയർ. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ, ഈ രാജാവല്ലാതെ മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെ ജീവിച്ചു, അവരെന്തൊക്കെ കൃഷി ചെയ്തു, എന്തൊക്കെ അവർ ഭക്ഷണം കഴിച്ചു, എന്തൊക്കെ കഴിക്കുന്നു, എങ്ങനെയാണ് സിറ്റികളെ ഡെവലപ്പ് ചെയ്തത്, മാർക്കറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തു, കിങ്ഡം എങ്ങനെയാണ്, പല കിങ്ഡംസിനെ കുറിച്ച് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ അതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, പുതിയ ഐഡിയകൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തു, പുതിയ കൾച്ചർ, പുതിയ സൊസൈറ്റിയൊക്കെ പല ചേഞ്ചസും സൊസൈറ്റിയിലൊക്കെ വന്നു, അതൊക്കെ എങ്ങനെ നടന്നു എന്നൊക്കെയാണ് അതിൽ ചോദിക്കുന്നത്. അപ്പോൾ വിച്ച് ഡേറ്റ്സ്, അപ്പോൾ നമ്മൾ ഏത് ഡേറ്റുകൾ, അപ്പോൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ് എന്ന് പറയുന്നത് നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൺ ദെയർ ഓൺ. ഒരു ഡേറ്റ് അതിൻ്റേതായ ഒരു ഡേറ്റ് കാരണം കൊണ്ട് മാത്രം അത് ഇമ്പോർട്ടൻ്റ് ആവില്ല. ആ സമയത്ത് ആ ഡേറ്റിൽ നടന്ന ഈവൻറ്റ്സ്, സംഭവങ്ങളാണ് അതിനെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. ഓക്കെ. അപ്പോൾ ഹിസ്റ്ററീസ് ബിഗാൻ വിത്ത് ദ റൂൾ ഓഫ്, അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഈ ഹിസ്റ്ററീസ് റിട്ടൺ ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യയിൽ എഴുതിയ ഹിസ്റ്ററീസ് ബിഗാൻ വിത്ത് ദ റൂൾ ഓഫ് ഫസ്റ്റ് ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ് നിന്നാണ് തുടങ്ങുന്നത് അവരുടെ ഹിസ്റ്ററി. അവസാനിക്കുന്നത് അവരുടെ ലാസ്റ്റ് വൈസ്രോയ് ആയ ലോർഡ് മൗണ്ട് ബാറ്റൻ്റെ ആ കാലഘട്ടത്തിലാണ് അവരുടെ ഹിസ്റ്ററി അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ആൾക്കാർ ഭരിച്ചതും അവരുടെ കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സും ഒക്കെയാണ് ഡേറ്റും ഒക്കെയാണ് അവർ അവിടെ ഹിസ്റ്ററിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇത് വാരൻ ഹേസ്റ്റിങ്സിൻ്റെ ഒരു പടമാണ്. All the dates in these history books were linked to these personalities. പല ഗവർണർ ജനറൽമാരും വൈസ്രോയ്മാരും ഇന്ത്യ ഭരിച്ചു. അപ്പോൾ അതിൽ ഇവരുടെ എല്ലാം ഈ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ സംഭവങ്ങളും അവരുടെ ഹിസ്റ്ററിയും അവരുടെ ഡേറ്റും ഒക്കെയാണ് അതിൽ ഈ ഹിസ്റ്ററിയിലെല്ലാം എഴുതി വച്ചിരിക്കുന്നത്. അവരുടെ ആക്ടിവിറ്റീസും പോളിസീസും അവരുടെ അച്ചീവ്മെൻറ്റ്സും ഒക്കെയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹിസ്റ്ററി നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഹിസ്റ്ററിയിൽ ഇവരുടെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൻ്റെ ഈവൻറ്റ്സും അവരുടെ ആക്ടിവിറ്റീസും പോളിസിയും അച്ചീവ്മെൻറ്റ്സും അല്ലാതെ വേറൊന്നും ഇന്ത്യയിൽ നടന്നില്ല, അല്ലെങ്കിൽ നത്തിങ് ഔട്ട്സൈഡ് ദെയർ ലൈഫ്സ് വാസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവരുടെ ലൈഫ് അല്ലാതെ മറ്റുള്ളവരുടെ ആരെയും ലൈഫ് ഇമ്പോർട്ടൻറ്റും അല്ല, അവരുടെ ഹിസ്റ്ററി ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹിസ്റ്ററിയെ പല ചാപ്റ്റേഴ്സായിട്ട് പല ടൈം പീരീഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ
ഇപ്പോൾ ഇവർ എഴുതിയിരിക്കുന്ന ഹിസ്റ്ററിയിൽ എന്ന് പറയുന്നത് ദേ റിവോൾവ് അറൗണ്ട് ദ ലൈഫ് ഓഫ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽസ് ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഇന്ത്യൻ സിംപ്ലി ഡോണ്ട് ഫിറ്റ് ടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരുടെ ഹിസ്റ്ററി ഈ ബ്രിട്ടീഷുകാരുടെ എഴുതിയ ഹിസ്റ്ററി ആയിട്ട് സിങ്ക് ആവുമോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടി ചേർക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നമുക്ക് പറ്റില്ല. എന്താ വെച്ചാൽ അവരുടെ ഗവർണർ ജനറൽമാരുടെ ലൈഫിനെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ നമുക്ക് ഈ ഇന്ത്യൻസിൻ്റെ ആ ഒരു കഥകളോ അവരുടെ ഹിസ്റ്ററികളോ അതിൽ ഫിറ്റ് ആവില്ല. അതിൽ അവർക്കൊരു സ്പേസ് ഇല്ലതാനും ഒരു ഇമ്പോർട്ടൻസും ഇല്ലതാനും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഹിസ്റ്ററി അറിയണമെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാരെക്കുറിച്ചും എങ്ങനെ ജീവിച്ചു, അവർ എന്തൊക്കെ കൃഷി ചെയ്തു, എന്തൊക്കെ കഴിച്ചു, എങ്ങനെയാണ് അവരുടെ കസ്റ്റംസ് കൾച്ചേഴ്സ്, അതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഹിസ്റ്ററി എഴുതേണ്ടി വരും. അപ്പോൾ ആ ഓൾഡ് ഡേറ്റ്സ് നമ്മൾ ഈ ഗവർണർ ജനറൽമാരും അതിനെക്കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ആ ഡേറ്റുകളും ആ ഹിസ്റ്ററിക്കൊന്നും ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഇല്ലാതായി മാറും. ആ ഡേറ്റ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല, ഇതായി മാറും. നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ വേറൊരു ദൃഷ്ടികോണിൽ നമ്മൾ ഇന്ത്യയിലത്തെ ആൾക്കാരെക്കുറിച്ച് എഴുതാൻ നോക്കുമ്പോൾ പുതിയ വേറെ സെറ്റ് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ വേറൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ അതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഈ ഡേറ്റുകളൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. പണ്ട് അവരെഴുതിയ ഡേറ്റ് അവരുടെ ഗവർണർ ജനറൽമാരും അവരുടെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം എഴുതുമ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഹിസ്റ്ററി ഉണ്ടാക്കുമ്പോൾ വേറെ കുറച്ച് സെറ്റ് ഓഫ് ഡേറ്റ്സ് ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഡേറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഹൗ ഡു വി പീരിയഡൈസ്? അപ്പോൾ നമ്മൾ എങ്ങനെ ഹിസ്റ്ററിയെ ഓരോരോ പീരീഡായിട്ട് ഓരോരോ ടൈം പീരീഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1817 ജെയിംസ് മിൽ ഒരു സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അയാൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു, 3 വോള്യൂം ബുക്ക്, 3 വോള്യമുള്ള വലിയ ബുക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഹിസ്റ്ററിയെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ഈ ജെയിംസ് മില്ല് ഡിവൈഡഡ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ടു 3 periods, 3 പീരീഡുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഹിന്ദു പീരീഡ്, മുസ്ലിം പീരീഡ്, ബ്രിട്ടീഷ് പീരീഡ്, അങ്ങനെ 3 periods ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ് അയാൾ ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പണ്ട് ഹിന്ദു ലീഡേഴ്സും അത് കഴിഞ്ഞ് മുസ്ലിം ലീഡേഴ്സും അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരും ഭരിച്ചു. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ടൈം, ആ സമയത്തിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എടുത്തു. അതിനനുസരിച്ചാണ് ഇങ്ങനെ പീരിയഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈം പീരിയഡ് ഹിന്ദു മുസ്ലിം ബ്രിട്ടീഷ് എന്ന് 3 ഡിവൈഡ് ചെയ്തപ്പോൾ അതിനനുസരിച്ച് ആ ഒരു സെൻട്രൽ ഫീച്ചറാണ്, ഒരു മെയിനായിട്ടുള്ള ഒരു ഫീച്ചറാണ് എടുത്തിട്ടാണ് അവർ അങ്ങനെ ഡിവൈഡ് ചെയ്തത്. മിൽ തോട്ട് ദാറ്റ് ഓൾ സൊസൈറ്റീസ്, എല്ലാ ഏഷ്യൻ സൊസൈറ്റികളും, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ചൈനയും അങ്ങനെ അടങ്ങുന്ന ഈ ഏഷ്യയിലുള്ള കൺട്രീസ് എല്ലാം ആർ അറ്റ് എ ലോവർ ലെവൽ ഓഫ് സിവിലൈസേഷൻ ദാൻ യൂറോപ്യൻ കൺട്രീസിനെക്കാട്ടിലും ഒരു ലോവർ ലെവൽ ഓഫ് സിവിലൈസേഷനിലാണ്, പരിഷ്കൃതരല്ല എന്ന് ഈ ജെയിംസ് മില്ല് വിചാരിച്ചു, അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഹിന്ദു മുസ്ലിം അപ്പോൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഡെപ്പോട്ട്സ് റൂൾ ദ കൺട്രി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് അയാൾ പറയുന്നത്, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഹിന്ദുക്കളായ മുസ്ലിങ്ങളായ വിഡ്ഢികളാണ് ഈ രാജ്യം ഭരിച്ചിരുന്നതെന്നും റിലീജിയസ് ഇൻടോളറൻസ് ഉണ്ടായിരുന്നെന്നും ഒരു റിലീജിയനെ മറ്റൊരു റിലീജിയൻ കണ്ടുകൂടാമെന്നും കാസ്റ്റ് ടാബൂസ് ഉണ്ടായിരുന്നു, ഓരോ കാസ്റ്റിലും അവരുടേതായ പ്രത്യേക ഒരു അംഗീകരിക്കപ്പെടാത്ത രീതികളുണ്ടായിരുന്നെന്നും സൂപ്പർസ്റ്റിഷൻസ് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നെന്നും ഒക്കെയാണ് ജെയിംസ് മില്ല് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യനെ സിവിലൈസ് ചെയ്യാനായിട്ട് യൂറോപ്യൻ മാനേഴ്സും യൂറോപ്യൻ ആർട്സും യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂറോപ്പിലെ നിയമങ്ങളെല്ലാം കൊണ്ടുവരണം എന്നാണ് ജെയിംസ് മിൽ പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് അതുപോലെ അത് കൂട്ടിച്ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഷുഡ് കോൺകർ ഓൾ ഹിസ് ടെറിട്ടറീസ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ടെറിട്ടറിയും, എല്ലാ ഭാഗങ്ങളും, എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കണം. എല്ലാ ഭാഗവും പിടിച്ചെടുത്താലേ ഫുള്ളായിട്ട് ഇന്ത്യയെ സിവിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മോഡേൺ ആക്കാൻ പറ്റുള്ളൂ എന്ന് ജെയിംസ് മില്ല് പറയുന്നു.
അപ്പോൾ ഫോർ ദിസ് ഇന്ത്യ വാസ് നോട്ട് കേപ്പബിൾ ഓഫ് പ്രോഗ്രസ് വിതൗട്ട് ബ്രിട്ടീഷ് ഹെൽപ്പ്. അയാൾ പറയുന്നു ഇന്ത്യ ബ്രിട്ടീഷിൻ്റെ ഹെൽപ്പില്ലാതെ ഇന്ത്യക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവരുടെ ആ സമയത്തെ വ്യൂ പോയിൻ്റ് എല്ലാം. അപ്പോൾ വൈ ഷുഡ് വി ക്യാരക്ടറൈസ് എൻ ഏജ് ത്രൂ ദ റിലീജിയൻസ് ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദ ടൈം. അപ്പോൾ ഈ ജെയിംസ് മില്ല് ഡിവൈഡ് ചെയ്തത് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ് എന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത് ആ റൂളേഴ്സ്, അപ്പോൾ ഉണ്ടായിരുന്ന റൂളേഴ്സിൻ്റെ മെജോറിറ്റി ഉണ്ടായിരുന്ന റൂളേഴ്സിൻ്റെ റിലീജിയൻ അനുസരിച്ചായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഹിസ്റ്ററിയെ റിലീജിയൻ അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ആ സമയത്ത് ഹിന്ദു, മുസ്ലിം, ബ്രിട്ടീഷ്, അപ്പോൾ ഈ ഹിന്ദു എന്ന് ക്യാരക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഹിന്ദു റൂളേഴ്സ് ഉണ്ടായിരുന്നു, ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നു, മുസ്ലിം രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ടും എന്തിനാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? അതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബ്രിട്ടീഷ് ക്ലാസിഫിക്കേഷൻ അല്ലാതെ വേറെയും ഹിസ്റ്റോറിയൻസ് ഇന്ത്യൻ ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തു. എങ്ങനെ? ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. ഈ ഇങ്ങനെ ഇതെന്ന് പറയുന്നത് ഇതിനും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇതും വെസ്റ്റിൽ നിന്നെടുത്ത മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ക്ലാസിഫിക്കേഷനാണ്. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതും, പിന്നെ അത് കഴിഞ്ഞ് മിഡീവൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മിഡിലുള്ളതും, പിന്നെ മോഡേൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററിയും. അപ്പോൾ മോഡേൺ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവരെന്ത് ഉദ്ദേശിക്കുന്നതെന്നാൽ സയൻസിലും റീസണിലും ഡെമോക്രസിയിലും ലിബർട്ടിയും ഈക്വാലിറ്റിയും ഒക്കെ ഉള്ള ഒരു മോഡേണായ സിവിലൈസ്ഡ് ആയ ഒരു എല്ലാ പെർസ്പെക്റ്റീവിലും എല്ലാത്തിലും ഡെവലപ്പ് ചെയ്ത ഒരു ഇതിനെയാണ് പറയുന്നത് മോഡേൺ പീരീഡ് എന്ന്. പക്ഷേ ബ്രിട്ടീഷ് റൂള് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾക്ക് ഈക്വാലിറ്റി ഉണ്ടായിരുന്നില്ല, ഫ്രീഡം ഉണ്ടായിരുന്നില്ല, ലിബർട്ടി ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എക്കണോമിക്കൽ ഗ്രോത്തും ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ പീരീഡിനെ എങ്ങനെ നമുക്ക് മോഡേൺ എന്ന് പറയാൻ പറ്റും? അപ്പോൾ ഈ പീരീഡിനെ ബ്രിട്ടീഷുകാർ ഉള്ള ആ പീരീഡിനെ അവർ പറയുന്നത് മോഡേൺ പീരീഡ് എന്നാണ്. അപ്പോൾ മോഡേൺ ഒരിക്കലും അല്ല. എന്താ വെച്ചാൽ അപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല, ലിബർട്ടിയോ ഈക്വാലിറ്റിയോ ഫ്രീഡമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മോഡേൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്ത് പറയാൻ പറ്റും? കൊളോണിയൽ എന്ന് പറയാൻ പറ്റും. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അവരുടെ കോളനിയാക്കി അവരെ ഭരിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അതിനാണ് കൊളോണിയൽ എന്ന് പറയുന്നത്. എന്താണ് കൊളോണിയൽ? ബ്രിട്ടീഷുകാർ വന്നു, ബ്രിട്ടീഷ് കെയിം ആൻഡ് കോൺകർ ദ കൺട്രി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ റൂൾ. വന്നു, പിടിച്ചടക്കി, അവർ ഭരിക്കാൻ തുടങ്ങി. സബ്ജുഗേറ്റിംഗ് ദ ലോക്കൽ നവാബ്സ് ആൻഡ് രാജാസ്. അപ്പോൾ ഉണ്ടായിരുന്ന നവാബ്മാരെയും രാജാക്കന്മാരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അവരെല്ലാം തോൽപ്പിച്ചുകൊണ്ട് അവർ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർ ടാക്സ് കളക്ട് ചെയ്തു. അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇന്ത്യയിലെ ആൾക്കാരിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് അവർ വാങ്ങിച്ചു. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണോ, അത് വസ്തുക്കൾ എന്താണോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അത് ഇവിടെ കൃഷി ചെയ്യിപ്പിച്ചു. അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യിപ്പിച്ചു. അപ്പോൾ വെൻ ദ സബ്ജുഗേഷൻ ഓഫ് വൺ കൺട്രി ബൈ അനദർ ലീഡ്സ് ടു ഓൾ കൈൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ചേഞ്ചസ്, വി റെഫർ ടു ദിസ് പ്രോസസ് ആസ് കോളനൈസേഷൻ. കോളനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി മറ്റേ കൺട്രിയെ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അടിച്ചമർത്തി അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി അവരുടെ പൊളിറ്റിക്കലായിട്ടും എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും കൾച്ചറലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക, അതിനെയാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൗ ഡു വി നോ? ഇങ്ങനെയുള്ള ഹിസ്റ്ററിനെ കുറിച്ചെല്ലാം അതിൻ്റെ സോഴ്സസിനെ കുറിച്ചൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെയാണ് നമുക്കിതിനെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ പറ്റുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ സോഴ്സസ്? അപ്പോൾ സോഴ്സസ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ്. അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസേഴ്സ് റെക്കോർഡ്സ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുമ്പോൾ റെക്കോർഡ്സുകൾ ഉണ്ടാവും. അതെല്ലാം ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സ്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലായിട്ട് അവർ റെക്കോർഡ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്ട്രക്ഷൻ, പ്ലാൻ, പോളിസി, ഡിസിഷൻ, അഗ്രിമെൻറ്റ്, ഇൻവെസ്റ്റിഗേഷൻ ഹാഡ് ടു ബി ക്ലിയർലി റിട്ടൺ. എല്ലാത്തിനും ഭരിക്കുമ്പോൾ അതെല്ലാം എഴുതി വെക്കണമെന്നാണ് അവരുടെ നിയമം. അപ്പോൾ എല്ലാ ഓഫീസുകളിലും ഇതെല്ലാം എഴുതി വയ്ക്കും. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, ലെറ്റേഴ്സ് നീഡഡ് ടു ബി കെയർഫുള്ളി. ആ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും ലെറ്ററുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ റെക്കോർഡ് റൂമുകൾ ഉണ്ടാക്കുന്നു. ആ റെക്കോർഡ് റൂം തഹസീൽദാറിൻ്റെ ഓഫീസാണെങ്കിലും കളക്ടറേറ്റ് ആണെങ്കിലും കമ്മീഷണർ ഓഫീസാണെങ്കിലും എവിടെയാണെങ്കിലും കോർട്ടുകളാണെങ്കിലും അതിനുവേണ്ടി റെക്കോർഡ് റൂമുകൾ അവർ ഉണ്ടാക്കുന്നു.
അതുപോലെ തന്നെ ഇത് കൂടാതെ റെക്കോർഡ് വെക്കാനായിട്ട് ആർക്കൈവ്സും മ്യൂസിയംസും ഒക്കെ അവർ ഉണ്ടാക്കുന്നു. അവിടെ എല്ലാം ഈ ഒരുപാട് ഇമ്പോർട്ടൻ്റ് റെക്കോർഡുകൾ പ്രിസർവ് ചെയ്യുന്നു, സൂക്ഷിച്ചു വയ്ക്കുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ 19th സെഞ്ച്വറിയിൽ, ഏർലി ഇയേഴ്സ് ഓഫ് 19th സെഞ്ച്വറിയിൽ ഒരു കാലിഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, വളരെ നന്നായി എഴുതുന്ന, ഹാൻഡ് റൈറ്റിങ്ങോടെ എഴുതുന്ന ആ കലയാണ് പറയുന്നത് കാലിഗ്രാഫി എന്ന്. അപ്പോൾ കാലിഗ്രാഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എഴുതുന്ന ആൾക്കാർ, അവരെ കൊണ്ട് ഇതെല്ലാം കോപ്പി ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ എഴുതി സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അതൊരു സോഴ്സാണ്. അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാം. ഇതൊരു നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ഒരു മ്യൂസിയമാണ്, സെറ്റപ്പ് ഇൻ 1920s. അതുപോലെ തന്നെ ഈ മ്യൂസിയം ഡൽഹിയിൽ വൈസ്രോയിൻ്റെ പാലസിൻ്റെ വളരെ തൊട്ടാണ്, വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താണ്? ഇറ്റ് റിഫ്ലെക്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ഇൻ ദ ബ്രിട്ടീഷ് ഇമാജിനേഷൻ. അവർക്ക് ഇങ്ങനെയുള്ള റെക്കോർഡ് റൂമുകൾ, ആർക്കൈവ്സും മ്യൂസിയംസും എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ സർവേയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ സർവേയിൽ നിന്നെല്ലാം ഒരുപാട് ഹിസ്റ്ററി കിട്ടുന്നു, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടുന്നു. സർവേയിങ് ഓൾസോ ബിക്കെയിം കോമൺ അണ്ടർ ദ കൺട്രോൾ ഓഫ് കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ. സർവേയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് ഒരു ഒരു രാജ്യത്തെ ഭരിക്കണമെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം, ഒരുപാട് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അവർ വില്ലേജുകളെല്ലാം റവന്യൂ സർവേകളും പലതരത്തിലുള്ള സർവേകളും നടത്തി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു കസ്റ്റേർഡ് ആപ്പിൾ പ്ലാന്റിൻ്റെ ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഈവൻ പ്ലാന്റ് സ്പെസിമെൻസ്, ഓരോ തരത്തിലുള്ള ചെടികളുടെ സ്പെസിമെൻ വരെ കളക്ട് ചെയ്യുമായിരുന്നു. എന്നിട്ട് ലോക്കൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ചിത്രം വരച്ച് സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ എല്ലാത്തിനെയും അവർ റെക്കോർഡ് ചെയ്യുമായിരുന്നു, ഒരുവിധമുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു മാപ്പിംഗ് ആൻഡ് ഒരു സർവേ നടക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. പല വിധത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം അവർ ഉപയോഗിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് അവർ സർവേ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സെൻസസ് നടത്തുമായിരുന്നു അവർ ഇൻ എവറി 10 years. ഇപ്പോൾ ഓരോ 10 വർഷത്തിലും ആൾക്കാരുടെ സെൻസസ് നടക്കും, ആൾക്കാരെ കൗണ്ട് ചെയ്യും, എത്ര പേരുണ്ട്, ഏതൊക്കെ കാസ്റ്റിൽ നിന്നാണ്, ഏതൊക്കെ റിലീജിയനാണ്, ഏതൊക്കെ ഒക്കുപ്പേഷൻ, എന്തൊക്കെ ജോലി ചെയ്യുന്നു, അതെല്ലാം ചെയ്യും. ബൊട്ടാണിക്കൽ സർവേ നടത്തും. ബൊട്ടാണിക്കൽ എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളെയും ചെടികളെക്കുറിച്ച് നടക്കുന്ന സർവേ. പിന്നെ സുവോളജിക്കൽ സർവേ, ജന്തുക്കളെക്കുറിച്ചും അതിനെക്കുറിച്ച് നടക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ, പഴയ കെട്ടിടങ്ങളെക്കുറിച്ചൊക്കെയുള്ള സർവേ. ആന്ത്രപ്പോളജിക്കൽ സർവേ, നമ്മുടെ ആൾക്കാരെക്കുറിച്ചുള്ള സർവേ, ഫോറസ്റ്റിനെ കുറിച്ച് സർവേ, അങ്ങനെയുള്ള പല സർവേകളും അവർ നടത്തുമായിരുന്നു. വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. അപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡിനെ കുറിച്ചുള്ള നമ്മൾ നോക്കി, അതിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡുകൾ പറയാത്ത, അതിൽ നിന്ന് കിട്ടാത്ത കുറേ ഇൻഫർമേഷൻസും ഉണ്ട്. ദീസ് റെക്കോർഡ്സ് ഡു നോട്ട് ഓൾവേസ് ഹെൽപ്പ് us to understand what other people in the country felt and what lay behind their actions. ഇപ്പോൾ ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള ആൾക്കാരല്ലാതെ മറ്റുള്ള ആൾക്കാർ, ഈ ഒരു രാജ്യത്ത് താമസിക്കുന്ന മറ്റുള്ള ആൾക്കാർ എങ്ങനെ വിചാരിക്കുന്നു, എന്തൊക്കെയാണ് ചിന്തിക്കുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും നമുക്കിതിലൊന്നും ഇങ്ങനെയുള്ള ഒഫീഷ്യൽ റെക്കോർഡുകളിൽ നിന്നൊന്നും കിട്ടില്ല. അപ്പോൾ അതൊക്കെ എവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും? ഡയറീസ് ഓഫ് പീപ്പിൾ, ആൾക്കാരുടെ ഡയറികൾ. പിന്നെ തീർത്ഥാടകരുടെ, അവരെവിടെ പോയി, എത്ര പേര് പോയി, അങ്ങനെയുള്ളതിനെക്കുറിച്ച് അതിൽ നിന്നെല്ലാം കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടും. ട്രാവലേഴ്സ്, ഈ സഞ്ചാരികളിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ ഓട്ടോബയോഗ്രഫി, അവരുടെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. പോപ്പുലർ ബുക്ക്ലെറ്റ്സ്, അങ്ങനെ വളരെ പ്രസിദ്ധമായ ബുക്കുകൾ, ദേ വർ സോൾഡ് ഇൻ ദ ലോക്കൽ ബസാർസ്, ലോക്കൽ മാർക്കറ്റുകളിൽ വിൽക്കുന്ന ബുക്കുകൾ, അതിൽ നിന്നെല്ലാം നമുക്ക് കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടും. ഇതിൽ ഒരു റിബൽസ് ഓഫ് 1857 റിവോൾട്ടിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ അവരുടെ റെപ്രസെൻറ്റേഷനിൽ ഇവിടെ ഈ റിവോൾട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ ഗ്രീഡി ആയതുകൊണ്ടും അത്യാഗ്രഹികളായതുകൊണ്ടും ദുഷ്ടന്മാരായതുകൊണ്ടും നീചന്മാരായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ റെക്കോർഡ്സും അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇമേജുകൾ അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കാനായിട്ട്, അവർ നല്ലവരാണ്, അത് ആരാണ് ഉണ്ടാക്കുന്നത്, അവർ നല്ലവരാണെന്നുള്ള ഒരു രീതിയിൽ ആണ് അതിൻ്റെ എല്ലാ ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ലീഡേഴ്സ് ആൻഡ് റിഫോമേഴ്സ് റോട്ട് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ്. അപ്പോൾ അതുപോലെ തന്നെ ലീഡേഴ്സും അതുപോലെ തന്നെ റിഫോമേഴ്സും എല്ലാം അവരുടെ ഐഡിയ സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർ എഴുതാൻ തുടങ്ങി.
അപ്പോഴേക്കും പ്രിൻറ്റിങ് എല്ലാം സ്പ്രെഡായി കഴിഞ്ഞു. പോയറ്റ്സ്, നോവലിസ്റ്റുകൾ അവരെല്ലാം അവരുടെ ഫീലിങ്സ് എല്ലാം കവിതയിലും കഥയിലൂടെയൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാം ലിറ്ററേറ്റ് ആയിരുന്നു, അവർക്കെല്ലാം അക്ഷര അഭ്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ എഴുതിയത്. പക്ഷേ നമുക്ക് ഈ എഴുതാൻ പറ്റാത്ത ആൾക്കാർ, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുടെ അവരുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ, അവരുടെ ഹിസ്റ്ററിയെക്കുറിച്ച് എങ്ങനെ നമുക്കറിയാൻ പറ്റും? അതായത് ട്രൈബൽസ്, പിന്നെ പെസൻസ്, കൃഷിക്കാർ, വർക്കേഴ്സ് ഇൻ ദ മൈൻസ്, ഈ ഖനികളിൽ മൈൻസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ്, പുവർ പീപ്പിൾ ഓൺ ദ സ്ട്രീറ്റ്സ്, ഈ തെരുവിലെ താമസിക്കുന്ന ആൾക്കാർ, അവരെക്കുറിച്ചൊന്നും നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡ്സ് പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. സാധാരണ ആൾക്കാരുടെ ജീവിതവും അതിനെക്കുറിച്ചൊന്നും അതിലൊന്നുമില്ല. അപ്പോൾ യെറ്റ് ദിസ് ക്യാൻ ബി ഡൺ. ഇറ്റ് ഈസ് ഇഫ് വി മേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എഫേർട്ട്. കുറച്ചുകൂടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. വെൻ യു റീഡ് ദിസ് ബുക്ക് യു വിൽ സീ ഹൗ ദിസ് ക്യാൻ ബി ഡൺ. അപ്പോൾ ഈ ബുക്ക്, നമ്മുടെ ഈ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എങ്ങനെ നമുക്ക് ഈ മറ്റുള്ളവരുടെ ഹിസ്റ്ററിയും മറ്റുള്ള ഈ ഗവർണർ ജനറൽമാരും ഒഫീഷ്യൽ റെക്കോർഡുകളിലും ഉള്ളതല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഈ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. താങ്ക് യു.